മീൻ കിട്ടുമ്പോഴൊക്കെ നമ്മൾ വെറും മസാല മാത്രം പുരട്ടിയാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇത് കുറച്ചൊന്ന് വെറൈറ്റിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അതായത് നമ്മുടെ ഫ്രൈഡ് ചിക്കനില്ലേ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മീനിലേക്ക് ഒന്ന് അരപ്പ് പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ മിക്സാക്കി എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് റെഡിയാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടി റെഡിയാക്കി എടുക്കാമെന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ അയലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് കോഴിയളയിലാണ് ഞാൻ റെഡിയാക്കിയത്. ഏതിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മീനിലേക്ക് മസാല നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. 5 അയലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ മസാല ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. സ്പൂൺ വെച്ചല്ലാതെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്താലും മതി. അങ്ങനെ ഇതേ കണ്ടില്ലേ, എല്ലാ മീനിലും നമ്മൾ നന്നായിട്ടൊന്ന് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഇഞ്ചിയും 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ വീതം മതി കേട്ടോ. നമ്മൾ മീനിൽ മസാല പുരട്ടിയ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും പാകത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കുറേശ്ശേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് നല്ല തിക്ക് ബാറ്ററാണ് ഇത് വേണ്ടത്. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു തിക്ക് ബാറ്റർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പും മുളക് പൊടിയും മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മസാല പുരട്ടി വെച്ച് മീൻ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലാണ് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മസാല പുരട്ടി വെച്ച് മീൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതേ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിക്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വേണം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ അതേ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടന്നാൽ മാത്രമേ ഇതിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരൂ. ഈ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ചിട്ട് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആ മീനും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ആ മീനും നമ്മുടെ ഈ കോട്ടിങ്ങും എല്ലാം കൂടെ ഒന്ന് കഴിക്കാനാണല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ലൊരു ലുക്കില്ലേ, കാണുന്നത് പോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ മീനിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മളിത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടൊരു ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.